ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് ബ്രസീലും ജപ്പാനും തമ്മിലുള്ള റൗണ്ട് ഓഫ് 32 മത്സരം നടക്കുന്നത്. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ മത്സരം നമുക്ക് കാണാൻ സാധിക്കുക. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ആരാധകർ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ് ഇത്. ഈ മത്സരത്തിലെ ബ്രസീലിൻ്റെ 11 എങ്ങനെയാകും? അതിപ്പോൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുവരെ കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഒരൊറ്റ തവണ പോലും അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11 ആവർത്തിച്ചിട്ടില്ല. അതായത് ഒരു മത്സരത്തിൽ ഉപയോഗിച്ച അതേ 11 തൊട്ടടുത്ത മത്സരത്തിൽ ഇതുവരെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാറ്റമെങ്കിലും അവിടെ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ പതിവ് ഇത്തവണ ആഞ്ചലോട്ടി തെറ്റിക്കുകയാണ് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ അഥവാ സ്കോട്ട്ലാൻഡിനെതിരെ കളിച്ച ആ മത്സരത്തിലെ അതേ 11 തന്നെ നാളത്തെ ജപ്പാനെതിരെയുള്ള മത്സരത്തിലും കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയേക്കും എന്നാണ് ESPN ബ്രസീൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അൺയൂഷ്വലായ കാര്യങ്ങൾ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നാളെ കഴിഞ്ഞ മത്സരത്തിലെ അതേ 11 തന്നെയായിരിക്കും ബ്രസീലിന് വേണ്ടി ഇറങ്ങുക. അതിനർത്ഥം നെയ്മർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. നാളത്തെ മത്സരത്തിൽ മിക്കവാറും നെയ്മർ ജൂനിയർ പകരക്കാരൻ്റെ റോളിൽ തന്നെയായിരിക്കും. ബ്രസീലിൻ്റെ പോസിബിൾ ലൈനപ്പ് ഇങ്ങനെയാണ്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കർ, പ്രതിരോധ നിരയിൽ ഡാനിലോ മാർക്കിഞ്ഞോസ്, ഗബ്രിയേൽ മഗ്ലസ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗൊയ്മറസ്, ലുക്കാസ് പക്കേറ്റ, മുന്നേറ്റ നിരയിൽ റയാൻ, വിനീഷ്യസ് ജൂനിയർ, മാത്യൂസ് കുഞ്ഞ. ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പ്. കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം ബ്രസീൽ നടത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി ഈ 11 തന്നെ നിലനിർത്താൻ തീരുമാനിച്ചത്. നെയ്മർ ജൂനിയർ മുഴുവൻ സമയവും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൈവരിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി നെയ്മറെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഏതായാലും ഇത് ഒരു അന്തിമ ലൈനപ്പ് ഒന്നുമല്ല. ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. കാർലോ ആഞ്ചലോട്ടി ഏത് രൂപത്തിലാണ് 11 ഇറക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.